ഹലോ ഗൈസ്, ഈശംഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ട്ടാ. എൻ്റെ പേര് അലൻ. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയനാണ്. അവൻ്റെ പേര് ആൽബിൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതന്നെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുർബാനയ്ക്ക് ശേഷമുള്ളതും കുർബാനയ്ക്കും. ഞാനൊരു ഓൾട്ടർ ബോയ് ആട്ടാ. കുറേ കാലമായി, ഇപ്പോഴും ഉണ്ട്. അതാ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സാധനം കാണിച്ചു കണ്ടാ, ഇതാണ് കല്ലടി കോടമല. ഭയങ്കര ഫേമസ് ആണ്. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം നേരം വെളുത്തിട്ടുള്ളൂ, 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ചൊരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞ് 8 മണിയൊക്കെ, ഏകദേശം 8 മണിയൊക്കെ ആയി തന്നെ നല്ല തെളിച്ചാകുമ്പോൾ സൂര്യൻ അവിടെ നിന്ന് ഉച്ചകഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് ഇതായി വരും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട, അപ്പോൾ കാണുന്നില്ല ക്ലിയർ ആയിട്ട്, മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടേ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നാണ് പോകണം കേട്ടോ. വ്ളോഗൊക്കെ ചെയ്യുക വിചാരിച്ചു അങ്ങനെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണം. ഇവിടെ നിന്ന് ഉള്ള ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നാഷണൽ ഹൈവേ ഉണ്ട്. പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ തന്നെയാണ് ഈ പള്ളി വരുന്നത്. ചുങ്കം പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പള്ളിയുടെ ബാക്കിലാട്ടോ എൻ്റെ വീട്, ഇപ്പോൾ താമസിക്കുന്ന വീട്. അങ്ങനെ പോയി ഇതാ നമ്മൾ ഹൈവേയിലെത്തി. ഇത് അനിയനാണ് ഫ്രണ്ട് പോണിട്ടാ. അവൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ നൈസായിട്ട് അവൻ എൻ്റെ ബാക്കിലോട്ടായി. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ വരുന്ന സ്ഥലമാണ്. ഇത് ചുങ്കം എന്ന് പറയും, കല്ലടിക്കോട് ചുങ്കം. ഇതാണ് പള്ളി കേട്ടോ. മേരിമാതാ പള്ളി എന്നാണ് പേര്. ഭയങ്കര പ്രശസ്തമായ പള്ളിയാണ്. അങ്ങനെ പള്ളിയിലെ സ്റ്റെപ്പൊക്കെ കയറി ഇതാ പള്ളിയിലോട്ട് പോവാണ്. ഇതാ നമ്മൾ പോവാണ്. അപ്പോൾ ഇത്ര ദൂരം നടന്നു വന്നല്ലേ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അച്ഛൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള കുടിവെള്ളത്തിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് കുടിക്കാൻ വിചാരിച്ചു. അങ്ങോട്ട് പോവാണ്. ഇതാണ് കേട്ടോ അച്ഛൻ്റെ മുറി. ഇതാ എത്തിയിട്ടാ. അപ്പോൾ ഗ്ലാസ്സൊക്കെ എടുത്തു. ചൂടുവെള്ളമായിട്ടാണ് കുടിക്കണം. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്ന മുമ്പ് ഗ്ലാസ്സൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ കുടിച്ചു. പള്ളിക്കകത്ത് സാക്രിസ്റ്റിയിലാണ്. അച്ഛനൊക്കെ റെഡിയായി. ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനി കുർബാനയ്ക്കുള്ള വീഡിയോ കാണിക്കുന്നില്ല, അത് പിന്നെ വേറെ ദിവസം ചെയ്യാം. ഇപ്പം ഞാൻ കുർബാനയ്ക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ കുർബാനയ്ക്ക് കയറി വന്നതിന് ശേഷം കുർബാന കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം. ഹലോ, കുർബാന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുർബാനയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ഞാനൊന്ന് കുർബാന കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് പോയിരുന്നിട്ടേ പ്രാർത്ഥിച്ചിട്ടും വരാം. ഇതാണ് പള്ളിയുടെ അകം. വേണ്ട, ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. കുർബാന കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് റെഡിയായിട്ട് നമ്മുടെ നിയോഗങ്ങളും ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാവും നിയമം ഒക്കെ കുർബാനയ്ക്കും സമർപ്പിച്ചു. കുർബാന കഴിഞ്ഞിട്ടും ഒന്ന് അതുപോലെ തന്നെ ഇന്ന് കുർബാന സ്വീകരിക്കാനും കുർബാന കാണാനും ഒരു അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയുടെ വ്യൂ കാണിച്ചു തരാം. പള്ളി എങ്ങനെയാണ് ഫുൾ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി, നമ്മുടെ മേരിമാതാ പള്ളി, കല്ലടിക്കുള്ള വലിയ പള്ളി കേട്ടാ. കണ്ട, ഇതാ നമ്മുടെ മാതാവാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മാതാവ് എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ യൗസപിതാവിൻ്റെ രൂപമാണ്. ഈ മാതാവിനോടൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു തരാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ യൗസപിതാവിനോടും. ഇത് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള പള്ളിയാണ് കേട്ടോ. പല അത്ഭുതങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം. നമ്മുടെ യൗസപിതാവാണ്. അങ്ങനെ ഏതാ പള്ളിയുടെ അകം, അകം. ഇനി നമുക്ക് പണികൾ തുടങ്ങാം. തിരിയൊക്കെ കെടുത്തിയിട്ടാ ഫസ്റ്റ് തിരികൾ കുർബാന കഴിഞ്ഞിട്ടുള്ള നമ്മുടെ തിരിയൊക്കെ കെടുത്താണ് ഉള്ള. അതൊക്കെ തിരി കെടുത്തിയതിന് ശേഷം നമ്മളിനിപ്പോൾ സൈഡിലുള്ള ലൈറ്റുകളൊക്കെ ഓഫാക്കി ഇനി നമ്മൾ വാതിലടയ്ക്കാൻ പോവാട്ടാ. കുർബാനയ്ക്ക് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ വാതിലടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വാതിലൊക്കെ അടച്ചു. ഇനിയിപ്പോൾ ലോക്ക് ഇടട്ടെ.
അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് നമ്മുടെ അൽത്താരമൊക്കെ വിരികൾ ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എടുത്തു. ചേർമ ഇടാനുള്ള വിരി ഒക്കെ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ ഇനി നേരെ അൽത്താരയിലോട്ടാട്ടോ. അങ്ങനെ പോയി ആദ്യം നമുക്ക് ബേമേമ കവർ ചെയ്തിട്ട് വരാം. അവിടെ പിന്നെ കുറച്ച് മൈക്കും ഫാനും കൂളറും ചെയറൊക്കെ കവർ ചെയ്യാനുണ്ട്. അതൊക്കെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ അൽത്താരയുണ്ട്, അൽത്താരയും കൂടി കവർ ചെയ്താൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബേമേമ വിരിയിടാം. ഇതാണ് കേട്ടോ ബേമേമ ഇടണ വിരി. ഇതുകൊണ്ടായിട്ട് നമ്മളിനി കവർ ചെയ്യാൻ പോവാണ്. അങ്ങനെ കവറിങ് ആണ്. ഇതാ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒറ്റ കൈ കൊണ്ട് ചെയ്യണോണ്ടേ ശരിയാവണില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കവർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കൂളർ കവർ ചെയ്യാനുണ്ട്. അങ്ങനെ കൂളറും കവർ ചെയ്തു. നമ്മുടെ ബേമേമയും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് ചെയർ കവർ ചെയ്യാനാണ്. അതിനു മുമ്പേ മൈക്കൊക്കെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. കവറ് മൈക്കിനുള്ളത് നമ്മുടെ റീഡിങ് സ്റ്റാൻഡ് അടുത്തുള്ള മൈക്കാട്ടോ. അതങ്ങനെ കവർ ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ബേമമ്മ വെക്കണ മൈക്ക് സ്റ്റാൻഡിമേ കൂടി കവർ ചെയ്യാനുണ്ട്. 2 സൈഡ് ഉണ്ട് കേട്ടോ റീഡിങ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഫാന് കൂളറും ഫാനും ഉണ്ട് കേട്ടോ. അത് കവർ ചെയ്തു. ഇനി നമ്മുടെ ചെയറാണ്, അച്ഛന്മാരൊക്കെ ഇരിക്കണ ചെയർ ഉണ്ട്, അതൊന്ന് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മള് കവർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാ കവർ ചെയ്തു. തെറ്റിട്ടാ. സാധാരണ ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചത് കറക്റ്റായിട്ട് വരുന്നതാണ്. നമ്മളിന്ന് പോയി ഒറ്റ കൈ കൊണ്ട് ചെയ്തോണ്ടേ അത് കറക്റ്റായില്ല. അതങ്ങനെ നമ്മൾ അൽത്താരയിലോട്ട് കയറിയിട്ടാ. ഇനി അൽത്താര കവർ ചെയ്യണം. കൂടെ എൻ്റെ അനിയനുണ്ട് കേട്ടോ ഒന്ന് സഹായിക്കാൻ. ഇന്ന് ഓൾട്ടർ ബോയ്സ് ഉണ്ടായിരുന്നില്ല കൂടെ. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഓൾട്ടർ ബോയ് ആയിട്ട്. മറ്റേ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ ഓൾട്ടർമേ ഇറങ്ങിയതാണ്. ഇന്ന് ആളില്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവനും കൂടി ഒന്ന് കയറ്റിയതാണ്. അവൻ കുർബാന കഴിഞ്ഞപ്പോഴേക്കും പോയി. അങ്ങനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ സക്രാരിൻ്റെ അടുത്തുള്ളതൊക്കെ കവർ ചെയ്തു. അൽത്താരമ്മയൊക്കെ കവർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് നേരം സക്രാരിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോവൂട്ടാ. പള്ളിയൊക്കെ അടച്ചിട്ട് നമ്മളങ്ങനെ പോവേ. അതങ്ങനെ അങ്ങനെ നമ്മൾ സാക്രിസ്റ്റിൻ്റെ അടുത്ത വാതിലൊക്കെ അടയ്ക്കുകയാണ്. പള്ളിയിലോട്ട് പോകുന്ന വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി ഇനി നമ്മൾ സാക്രിസ്റ്റിയൊക്കെ പൂട്ടാൻ പോവാണ് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പൂട്ടിയിട്ട് ഇനി പോവാണ് വീട്ടിലോട്ട്. അങ്ങനെ മറ്റൊരു വാതിലും കൂടി ഉണ്ടായിരുന്നു, അതും പൂട്ടി. നമ്മുടെ ഈശോയും മാതാവും കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പോവാണ്. ഇവിടെയാണ് കേട്ടോ കാപ്പയൊക്കെ ഒരുക്കണത്. അച്ഛന് കുർബാനയ്ക്ക് കയറുന്ന മുമ്പ് ഒരുങ്ങാനുള്ളതൊക്കെ ഇവിടെയാണ്. അങ്ങനെ നമ്മൾ സാക്രിസ്റ്റി പൂട്ടിയിട്ടാ. നമ്മുടെ ജോസേട്ടൻ കപ്പിയാരുണ്ട്, ആള് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോണത്. അങ്ങനെ ഇതാ വരുന്നതാട്ടാ നമ്മുടെ കപ്പിയാര് ജോസേട്ടൻ. ആള് വരുന്നുണ്ട്. മടത്തുന്ന അച്ഛനുള്ള ഫുഡൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ താഴത്തെ പള്ളിയുടെ താഴെയുള്ള ഗ്രോട്ടാണ് കേട്ടോ. ഇതിന് ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ പ്രാർത്ഥിച്ചത് എന്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണാതെ പോയ വസ്തുക്കളടക്കം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഈ മാതാവിനെ ഈ മാതാവിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ടൊക്കെ കുറെ ശ്രമിച്ചിട്ടുണ്ട്. റോഡ് സൈഡല്ലേ ഇരിക്കണ പറഞ്ഞിട്ട് മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടന്നിട്ടില്ല. മാതാവ് അതിനെ അനുവദിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. വലിയൊരു കഥയാണിത്. അത് ഞാൻ പിന്നീട് ഈ മാതാവിന്റെ ചരിത്രം ഫുള്ളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വേറൊരു വീഡിയോയില്. അപ്പോൾ നമ്മളിനി പുറത്തോട്ട് റോട്ടിലുമേന്ന് ഇറങ്ങി നിന്ന പള്ളിയുടെ കറക്റ്റ് വ്യൂ കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. ഹൈവേ തന്നെയാണ്, ചുങ്കം പറഞ്ഞ പള്ളി. നല്ല ഭംഗിയുള്ള പള്ളിയല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ്. കൂടുതലൂടെ നല്ല വീഡിയോസ് ചെയ്യും. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. ബൈ.